എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 2024 നടക്കുന്ന LDC LGS പരീക്ഷയ്ക്ക് വേണ്ടി മുൻവർഷ പരീക്ഷാ പേപ്പറിലൊക്കെ വന്നിരിക്കുന്ന 10th ലെവൽ പരീക്ഷാ പേപ്പറിലൊക്കെ വന്നിരിക്കുന്ന ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി അവിടെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ടോപ്പിക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തുകൊണ്ട് LDC LGS 2024 വേണ്ടി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇതിൽ പറയുന്ന ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് ഉത്തോലകങ്ങൾ? അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു SCERT ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ തുടക്കത്തിൽ നൽകിയിരിക്കുന്നത് ലഘു യന്ത്രങ്ങൾ എന്താണെന്നാണ്. ലഘു യന്ത്രങ്ങൾ എന്താണെന്നാണ് ഇവിടെ തുടക്കത്തിൽ നൽകിയിരിക്കുന്നത്. കൊച്ചുകുട്ടികളെ വളരെ എളുപ്പത്തിൽ ലഘു യന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചിത്രം നൽകിയിരിക്കുന്നു. ഒരു വ്യക്തി ഒരു തേങ്ങാപ്പാര ഉപയോഗിച്ചുകൊണ്ട് തേങ്ങ പൊളിക്കുകയാണ്. ഒരു വ്യക്തി ഒരു തേങ്ങാപ്പാര ഉപയോഗിച്ചുകൊണ്ട് തേങ്ങ പൊളിക്കുകയാണ്. ഇവിടെ നമുക്ക് കത്തി ഉപയോഗിച്ചുകൊണ്ട് തേങ്ങ നമുക്ക് പൊളിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് വേണമെങ്കിൽ കോടാലിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തേങ്ങ നമുക്ക് പൊളിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ നിത്യജീവിതത്തിൽ തേങ്ങ പൊളിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാരയാണ്. അപ്പൊ ഇവിടെ എന്താണ്, തേങ്ങ പൊളിക്കുക എന്ന് പറയുന്ന ആ ഒരു ജോലി വളരെ എളുപ്പത്തിൽ ചെയ്യുവാനായിട്ട്, മറ്റു ഉപകരണങ്ങളെക്കാൾ എളുപ്പത്തിൽ ചെയ്യുവാനായിട്ട് നമുക്ക് എന്തുപയോഗിച്ച് സാധിക്കും? തേങ്ങാപ്പാര ഉപയോഗിച്ച് സാധിക്കും. അപ്പൊ നമുക്ക് പറയാം, ജോലി എളുപ്പമാക്കുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലഘുയന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലഘുയന്ത്രങ്ങൾ? നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ലഘു യന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നാം ചെയ്യുന്ന തേങ്ങ പൊളിക്കുക എന്ന ആ ഒരു ജോലി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഉപകരണമാണ് ആ തേങ്ങാപ്പാര. അപ്പൊ ആ തേങ്ങാപ്പാര ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ തേങ്ങ എളുപ്പത്തിൽ പൊളിക്കുമ്പോൾ നമുക്ക് പറയാം തേങ്ങാപ്പാര എന്താണ്? ഒരു ലഘു യന്ത്രത്തിന് ഉദാഹരണമാണ്. ഇവിടെ നമ്മൾ ഇനി പരിചയപ്പെടുന്നത് കുറെ ലഘു യന്ത്രങ്ങളുടെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മളെ നിത്യജീവിതത്തിലൊക്കെ നമ്മൾ ആണിയൊക്കെ ഭിത്തി തറയ്ക്കാനും അതോടൊപ്പം തന്നെ ആണിയൊക്കെ ഊരാൻ വേണ്ടിയൊക്കെ നമ്മൾ ചിറ്റിക ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ജോലി വളരെ എളുപ്പത്തിൽ സാധ്യമാക്കാൻ ഈ ഒരു ലഘു യന്ത്രം സഹായിക്കുന്നു. ഒപ്പം കത്രിക ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓരോ പേപ്പർ ആണെങ്കിലും തുണിയാണെങ്കിലും ഒക്കെ നമുക്ക് കീറാൻ പറ്റുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ അവിടെ നമുക്ക് ഒരു ലഘു യന്ത്രമായിട്ട് കത്രികയും നമുക്ക് പറയാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു കിണറ്റിൽ നിന്ന് ഒരു കയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബക്കറ്റിൽ വെള്ളം കോരുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ഒരു കപ്പി ഉപയോഗിച്ചുകൊണ്ട് ബക്കറ്റിൽ വെള്ളം കോരുകയാണെങ്കിൽ. അപ്പോൾ അവിടെ കപ്പി എന്ന് പറയുന്നതും ഒരു ലഘു യന്ത്രമാണ്. അത്തരത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ലഘു യന്ത്രങ്ങളുടെ ചിത്രങ്ങളുമാണ് ഈ ഒരു ചിത്രത്തിൽ ഇവിടെ നൽകിയിരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ഇത് എന്താണ് ലഘുയന്ത്രം? അത് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്ററിലൂടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സ് എന്നത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢതന്തുക്കളാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ജോലി ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉത്തോലകങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഉത്തോലകങ്ങൾ എന്താണ്? ലഘു യന്ത്രങ്ങളാണ്. അപ്പോൾ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് ലഘു യന്ത്രങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉത്തോലകങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഉത്തോലകങ്ങൾ എന്താണ്? ലഘു യന്ത്രങ്ങളാണെന്ന് പറയാം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയിട്ടാണ് ഈ പറയുന്ന ഇതിലെ ദൃഢദണ്ഡുക്കൾ ചലിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് പറയാം ഉത്തോലകങ്ങൾ എന്ന്. അപ്പൊ എന്താണ് ഉത്തോലകങ്ങൾ? ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കത്രിക നൽകിയിരിക്കുന്നു. ഈ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ബലം കൊടുക്കുമ്പോൾ ആ കത്രിക ചലിക്കപ്പെടുന്നതും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു പേപ്പർ വെക്കുകയാണെങ്കിൽ ആ പേപ്പർ കീറപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് എന്തെന്ന് പറയുന്നത്? ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നാരങ്ങ ഞെക്കിയുണ്ട്.
അപ്പൊ ഈ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയിട്ടാണ് ഈ നാരങ്ങ നെക്കിയിലെ ആ ദണ്ടുക്കൾ എന്ത് ചെയ്യുന്നത്, ചലിക്കപ്പെടുന്നതും അതിനിടയിൽ നമ്മൾ വെക്കുന്ന നാരങ്ങ പിഴിഞ്ഞ് നീര് ഒരു ഗ്ലാസ്സിലേക്കൊക്കെ ലഭ്യമാക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളെയാണ് നമ്മൾ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ആ ഉത്തോലകങ്ങൾ എന്തിനുദാഹരണമാണ്? ലഘുയന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ്. പക്ഷെ എല്ലാ ലഘുയന്ത്രങ്ങളും ഉത്തോലകങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന കാര്യം ഓർക്കുക. കാരണം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉത്തോലകങ്ങളുമായി ബന്ധപ്പെട്ട് അതിലെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന് ധാരം എന്ന് പറയുന്നത്, അതിനെ ഇംഗ്ലീഷിൽ നമുക്ക് ഫൾക്രം എന്ന് പറയാൻ പറ്റും. പിന്നെ രണ്ടാമത് യത്നമാണ്, അതിനെ ഇംഗ്ലീഷിൽ നമുക്ക് എഫേർട്ട് എന്ന് പറയാം. അതേപോലെ രോധമാണ്, അതിന് ഇംഗ്ലീഷിൽ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഉത്തോലകങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് ധാരം, യത്നം, രോധം. നമ്മളെ LDC അതുപോലെ തന്നെ LGS പോലുള്ള പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മലയാളത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫൾക്രം, എഫേർട്ട്, റെസിസ്റ്റൻസ്. അതിന് പകരമായിട്ട് പരീക്ഷകളിലൊക്കെ ധാരം, രോധം, യത്നം എന്നായിരിക്കും ചോദ്യപേപ്പറിൽ വരിക. ഓർത്തിരിക്കുക, ധാരം അല്ലെങ്കിൽ ഫൾക്രം, രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ യത്നം അല്ലെങ്കിൽ എഫേർട്ട്. ഓർത്തിരിക്കുക, അതിന്റെ 3 പ്രധാന ഭാഗങ്ങളാണ്. ഇനി എന്തെല്ലാമാണ് ഈ പറഞ്ഞ ധാരം, യത്നം, രോധം എന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഉത്തോലകമാണ് നമ്മുടെ കത്രിക എന്ന് പറയുന്നത്. ഈ കത്രികയിലെ ഈ ഒരു ബിന്ദു ഉണ്ടല്ലോ, ഈ 2 ദണ്ഡുക്കളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ബിന്ദു, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ധാരം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ധാരം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെയാണ് ധാരം എന്ന് പറയുന്നത്. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെയാണ് ധാരം എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെയാണല്ലോ, ഇപ്പൊ ഇവിടെ ഒരു പേപ്പർ പീസ് ഞാൻ വെച്ചിട്ടുണ്ട്, അതിനെ മുറിക്കാൻ വേണ്ടി പോവാണെങ്കിൽ നമ്മൾ ഇവിടെയാണല്ലോ നമ്മുടെ കൈവിരൽ ഇട്ടുകൊണ്ട് ഒരു ബലം കൊടുക്കുന്നത്. ആ പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യത്നം എന്ന് പറയുന്നത്. യത്നം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണല്ലോ നമ്മുടെ പേപ്പർ പീസ് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ എന്താണ്, ഈ യത്നം നമ്മൾ പ്രയോഗിക്കുമ്പോൾ ഈ പേപ്പർ പീസ് എന്ത് ചെയ്യും? കീറപ്പെടും. അപ്പൊ എന്താണ്? യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് എന്തെന്ന് പറയുന്നത്? രോധം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? രോധം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ധാരം, എന്താണ് യത്നം, എന്താണ് രോധം എന്നത് ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ കത്രിക എടുത്തുകൊണ്ട് ആ ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചു വെക്കണം. അപ്പൊ എന്താണ് നമ്മുടെ യത്നം, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ധാരം, എന്താണ് നമ്മുടെ രോധം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് യത്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രയോഗിക്കുന്ന ബലം. അപ്പൊ ആ ഒരു ഭാഗം യത്നം. ഇനി ഇടയിലായിട്ട് വരുന്ന ആ ഒരു ബിന്ദു, അതാണ് ധാരം. പിന്നെ ഈ ഒരു ഭാഗമാണ് എന്ത്? ഈ ഒരു ഭാഗമാണ് എന്ത്? രോധം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ഉത്തോലകങ്ങൾക്ക് എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ചവണ നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ 2 എണ്ണത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇതാണ് എന്ത്? ഈ ഒരു ചവണയുടെ കേസിൽ ബിന്ദു എന്ന് പറയുന്നത്. അപ്പൊ അതാണ് എന്ത്? ധാരം എന്ന് പറയുന്നത്. ഇവിടെയാണല്ലോ നമ്മൾ ഒരു ബലം കൊടുക്കുക. ആ ബലം കൊടുക്കുന്ന ആ ഒരു ഇതാണ് എന്ത്? യത്നം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കുക. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? രോധം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു പ്ലെയറിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഈ നടുവിലായിട്ടാണ് വരിക. എന്ത്? ധാരം വരിക. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മൾ ബലം കൊടുക്കുക. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? യത്നം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം മുറിക്കുക. അതാണ് എന്തെന്ന് പറയുന്നത്? രോധം എന്ന് പറയുന്നത്. കത്രികന്റെ കേസിലാകുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ധാരമാണ്. ഇത് ഈ ഒരു ഭാഗമാണ് യത്നം എന്ന് പറയുന്നത്. ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്? രോധം എന്ന് പറയുന്നത്. ഇനി പാക്കുവെട്ടീന്റെ കേസിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് എന്ത് പറയുന്നത്? ധാരം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ ബലം കൊടുക്കുക. ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ ബലം കൊടുക്കുക. അപ്പൊ ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്? യത്നം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആയിരിക്കും നമ്മൾ അടക്കിയൊക്കെ വെക്കുക. അപ്പൊ ഈ ഒരു ഭാഗത്തെ നമുക്ക് എന്തെന്ന് പറയാം? രോധം എന്ന് നമുക്ക് പറയാം. ഇനി നാരങ്ങാനെക്കീന്റെ കേസിൽ ഇവിടെയാണ് നമ്മൾ ബലം കൊടുക്കുക. അപ്പൊ ഇത് യത്നം. ഇതിന്റെ ഇടയിലാണല്ലോ നമ്മൾ നാരങ്ങ വെക്കുക. അപ്പൊ ഇതാണ് എന്ത്? രോധം എന്ന് പറയുന്നത്. ഇവിടെയാണല്ലോ ആ ഒരു ബിന്ദു. അപ്പൊ ഇതിനെയാണ് നമുക്ക് ധാരം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രങ്ങൾ, ഈ 5 ചിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ പോലെ ചവണേന്റെ കേസ് എടുക്കുക, കത്രികേന്റെ കേസ് എടുക്കുക. ഇത് രണ്ടും നോക്കുമ്പോൾ കത്രികേന്റെ കേസിൽ ഈ ധാരം എന്ന് പറയുന്നത് നടുവിലാണ് വരുന്നത്. അതേ സമയത്ത് ചവണേന്റെ കേസിൽ ധാരം എന്ന് പറയുന്നത് ആദ്യം വരുന്നു, പിന്നെ യത്നം, പിന്നെ രോധം. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പാക്കുവെട്ടീന്റെ കേസിൽ ധാരം, രോധം, യത്നം. അപ്പൊ ഇവിടെ ഓരോന്നിനും എന്താണ്, ഈ ഓരോ ഭാഗങ്ങളും വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ 1ാം വർഗ ഉത്തോലകമെന്നും 2ാം വർഗ ഉത്തോലകമെന്നും അതേപോലെ തന്നെ 3ാം വർഗ ഉത്തോലകമെന്നും തിരിക്കപ്പെടുന്നുണ്ട്.
അപ്പൊ എന്താണ് ധാരം, എന്താണ് രോധം, എന്താണ് യത്നം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ കത്രിക എടുത്തുകൊണ്ട് എന്താണ് ധാരം എന്ന് പഠിക്കുക, എന്താണ് യത്നം എന്ന് പഠിക്കുക, ഏത് ഭാഗമാണ് രോധം എന്ന് പഠിക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ഈ പറയുന്ന ഒന്നാം വർഗ ഉത്തോലകവും രണ്ടാം വർഗ ഉത്തോലകവും മൂന്നാം വർഗ ഉത്തോലകവും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. എപ്പോഴും PSC ചോദ്യമായിട്ട് വരുന്ന ഒരു ഭാഗമാണ്. ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് PSC റിപ്പീറ്റ് ആയി ചോദിക്കുന്നതാണ്. ആർക്കിമിഡീസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആർക്കിമിഡീസ് ആണ്. ആർക്കിമിഡീസ് പറഞ്ഞതാണ് നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഭൂമിയെ തന്നെ ഉയർത്താമെന്ന് പറഞ്ഞത് ആർക്കിമിഡീസ് ആണ്. നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഭൂമിയെ തന്നെ ഉയർത്താമെന്ന് പറഞ്ഞത് ആർക്കിമിഡീസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു ഒന്നാം വർഗ ഉത്തോലകം. അപ്പൊ ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ്. അപ്പൊ അതിൽ പറയുകയാണ് ഉത്തോലക തത്വം ആവിഷ്കരിച്ചത് ആർക്കിമിഡീസ് ആണ്. അതേപോലെ തന്നെ അതിൽ പഠിക്കുന്നു ഒന്നാം വർഗ ഉത്തോലകം. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി ചെറിയൊരു കോഡ് ഉപയോഗിക്കുകയാണ്. നമ്മൾ ഉത്തോലകവുമായി ബന്ധപ്പെട്ട് 3 ടേമുകൾ പരിചയപ്പെട്ടു. ധാരം, അതുപോലെ തന്നെ രോധം, അതുപോലെ തന്നെ യത്നം എന്നിങ്ങനെ 3 ടേമുകൾ നമ്മൾ പഠിച്ചു. അതില് ധാരം എന്ന് പറഞ്ഞാൽ ഡി, അതായത് നമ്മൾ ധാരം എന്ന് നമ്മൾ മംഗ്ലീഷിൽ എഴുതുമ്പോൾ ഡി വെച്ചിട്ടാണ് നമ്മൾ എഴുതാൻ തുടങ്ങുന്നത്. രോധം എന്ന് നമ്മൾ മംഗ്ലീഷിൽ എഴുതുമ്പോൾ 6 വെച്ചിട്ടാണ് എഴുതാൻ തുടങ്ങുന്നത്. ഇനി നമ്മൾ യത്നം എന്ന് നമ്മൾ മംഗ്ലീഷിൽ എഴുതുമ്പോൾ വൈ വെച്ചിട്ടാണ് എഴുതാൻ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡ്രൈ എന്ന് പറയുന്ന കോഡ് നമ്മൾ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ധാരം എന്നതിന് നമ്മൾ ഫൾക്രം എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ അടുത്തത് നമ്മൾ രോധം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനെ നമ്മൾ എഫേർട്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് യത്നം എന്നാണ് മൂന്നാമതായി നമ്മൾ റെസിസ്റ്റൻസ് എന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൾക്രം, പിന്നെ ഇവിടെ നമ്മൾ 6 വരുന്നുണ്ട്, പിന്നെ ഇ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ FRE എന്ന് വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം. പക്ഷെ നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ LDC പരീക്ഷയാണ്. അപ്പൊ ഈ DRY എന്ന് തന്നെ ഓർത്തിരിക്കുക, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പൊ ആദ്യം ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം എന്താണെന്ന് പെട്ടെന്നൊന്ന് പറയാം ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട്. എന്നിട്ട് അതിന്റെ എക്സാമ്പിളിലേക്ക് വരാം, അതായിരിക്കും നല്ലത്. ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ കേസ് ഡ്രൈ എന്ന് ഞാൻ ഇവിടെ എഴുതിയപ്പോൾ ഡി എന്ന് പറയുന്ന ലെറ്റർ ആണ് ഒന്നാമത് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ഒന്നാം വർഗ ഉത്തോലകത്തിൽ ധാരമായിരിക്കും നടുക്ക് വരുന്നത്. അതായത് രോധത്തിനും യത്നത്തിനും ഇടയിലായിട്ട് എന്ത് വരും? ധാരം വരുന്നു. അപ്പൊ ഡ്രൈ എന്ന് ഞാൻ ഇവിടെ കോഡ് ഉപയോഗിച്ചു. ഡി എന്ന് പറയുന്ന ലെറ്റർ ഒന്നാമത് വന്നിരിക്കുന്നു. അതിനർത്ഥം ഒന്നാം വർഗ ഉത്തോലകത്തിൽ ധാരം എവിടെ വരുന്നു? നടുക്ക് വരുന്നു. ഇനി രണ്ടാം വർഗ ഉത്തോലകത്തിലേക്ക് പോകുമ്പോൾ ഡ്രൈ എന്ന് പറയുന്ന കോഡിൽ 6 എന്ന് പറയുന്ന ലെറ്റർ ആണ് രണ്ടാമത് വന്നിരിക്കുന്നത്. 6 എന്ന് പറയുന്ന ലെറ്റർ ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രോധം എന്നതിനെയാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, രോധമാണ് അവിടെ നടുക്ക് വരേണ്ടത്. അതായത് യത്നത്തിനും ധാരത്തിനും ഇടയിൽ എന്ത് വരും? രോധം വരും എന്ന കാര്യം ഓർക്കുക. ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിലേക്ക് വരുന്നു. ഡ്രൈ എന്ന് പറയുന്ന കോഡിലേക്ക് വരുന്നു. വൈ എന്ന് പറയുന്ന ലെറ്റർ മൂന്നാം വർഗ ഉത്തോലകത്തിൽ നടുക്ക് വരേണ്ടത് യത്നമാണെന്ന കാര്യം ഓർത്തിരിക്കുക. വൈ എന്ന് പറയുന്നത് യത്നത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? മൂന്നാം വർഗ ഉത്തോലകത്തിൽ എന്താണ് നടുക്ക് വരേണ്ടത്? യത്നമാണ് നടുക്ക് വരേണ്ടത്. അപ്പൊ നമ്മൾ ആ കോഡ് ഉപയോഗിച്ചുകൊണ്ട് 3 ഉത്തോലകങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഒന്നാം വർഗ ഉത്തോലകം ഡ്രൈ എന്ന് പറയുന്ന കോഡ് ഓർക്ക്. ഡി എന്ന് പറയുന്ന ലെറ്റർ ഒന്നാമത് വന്നിരിക്കുന്നു. അതായത് അവിടെ ധാരമാണ് നടുവിൽ വരേണ്ടത്. രണ്ടാം വർഗ ഉത്തോലകം ഡ്രൈ എന്ന് എഴുതുമ്പോൾ 6 എന്ന് പറയുന്ന ലെറ്റർ അതാണ് അവിടെ രണ്ടാമത് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ 6 എന്ന് പറയുന്ന രോധമാണ് എന്ത്? നടുവിൽ വരേണ്ടത്. ഇനി വൈ ആണ് മൂന്നാം വർഗ ഉത്തോലകം, അവിടെ യത്നമാണ് നടുവിൽ വരേണ്ടത്. ഡ്രൈ എന്ന് പറയുന്ന കോഡ് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകത്തിൽ ഈ പറയുന്ന രോധം, ധാരം, യത്നം അതിന്റെ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ പറഞ്ഞ ഒന്നാം വർഗ ഉത്തോലകവുമായി ബന്ധപ്പെട്ട്, രണ്ടാം വർഗ ഉത്തോലകവുമായി ബന്ധപ്പെട്ട്, മൂന്നാം വർഗ ഉത്തോലകവുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസ് PSCയിൽ ചോദിക്കുന്നതും കൂടെ പഠിക്കാം. ഇവിടെ ഒന്നാം വർഗ ഉത്തോലകവുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് സീസോ എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് പാർക്കിലൊക്കെ പോയിട്ട് നമ്മൾ ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ എന്താണ്? സീസോ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്ക്, ഈ ഒരു നടുഭാഗം ഇതാണ് അതിന്റെ ബിന്ദു എന്ന് പറയുന്നത്. ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ കേസിലേക്ക് നമ്മൾ എന്താണ് പറഞ്ഞത്? അതിന്റെ നടുവിലായിട്ട് എന്ത് വരണം? ധാരം വരണം.
നടുവിലായിട്ട് എന്ത് വരണം? ധാരം, ആ ഒരു ബിന്ദു ആയിരിക്കണം എവിടെ വരേണ്ടത്? നടുവിൽ വരേണ്ടത്. ആ ബിന്ദു ധാരം എന്ന് പറയുന്നത് നടുവിൽ വരണം. അപ്പൊ അവിടെ അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ധാരം നടുവിലാണോ എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ധാരം നടുവിലാണോ എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ സീസോന്റെ കേസിൽ നോക്ക്, ഇത് നടുവിലാണ് വരുന്നത്. അപ്പൊ അതെന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇനി പ്ലെയറിന്റെ കേസിൽ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചല്ലോ, ഇതാ ഈ ഒരു ബിന്ദുവാണ് നടുവിൽ വരുന്നത്, ധാരം നടുവിൽ വരുന്നു. അപ്പൊ പ്ലെയർ എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇനി കപ്പീന്റെ കേസിൽ ഇവിടെ നമ്മുടെ കയറ്, ഇവിടെ നമ്മൾ എന്താണ് ഇത് കോരാനുള്ള ആ ഒരു ബലം കൊടുക്കുന്നുണ്ട്, ഇവിടെയാണ് കപ്പി വരുന്നത്. അതേപോലെ തന്നെ ഇതിങ്ങനെ പോയിട്ട് ഇവിടെ ബക്കറ്റും വരുന്നുണ്ട്. അപ്പൊ നടുവിലാണല്ലോ ആ ഒരു ബിന്ദു വരുന്നത്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? കപ്പി എന്ന് പറയുന്നത്. അപ്പൊ ആ കപ്പി എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇനി കത്രിക, ഞാൻ പറയാതെ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് എത്തിയല്ലോ, നടുവിലാണ് എന്ത് വരുന്നത്? ധാരം വരുന്നത്. അപ്പൊ കത്രിക എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. നഖം വെട്ടി, നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ നഖം വെട്ടാനൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അപ്പൊ അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കുക, ആ ധാരം വരുന്നതിന്റെ നടുവിലല്ലേ? അപ്പൊ നഖം വെട്ടിയും എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ത്രാസ്, നമ്മൾ തൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ത്രാസ്, അപ്പൊ ഇതും എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമല്ലേ? നടുവിലല്ലേ ഈ ഒരു ബിന്ദു വരുന്നത്? അപ്പൊ അവിടെ നമുക്ക് ധാരം നടുവിൽ വരുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ത്രാസും എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഒന്നാം വർഗ ഉത്തോലകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ എക്സാമ്പിളും പഠിക്കുമ്പോൾ അത് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് അതിന്റെ ചിത്രം കൊണ്ടുവന്നിട്ട് ധാരം അതിന്റെ നടുവിലാണ് എന്ന് മനസ്സിലാക്കണം. സീസോന്റെ കേസിൽ ധാരം നടുവിലാണ്, പ്ലെയറിന്റെ കേസിൽ ധാരം നടുവിലാണ്, കപ്പിയുടെ കേസിൽ ധാരം നടുവിലാണ്, കത്രികയുടെ കേസിൽ ധാരം നടുവിലാണ്, നഖംപെട്ടി മനസ്സിലേക്ക് കൊണ്ടുപോവാ, ധാരം നടുവിലാണ്, ത്രാസ് മനസ്സിലേക്ക് കൊണ്ടുപോവാ. ഒരു മീൻകാരനൊക്കെ പണ്ട് നമ്മുടെ വീട്ടിൽ രാവിലെ വന്നിട്ട് നമുക്ക് മീൻ തൂക്കി തരുന്ന, കയ്യിൽ പിടിച്ചുകൊണ്ട് മീൻ തൂക്കി തരുന്നൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരും ത്രാസിന്റെ ധാരം എവിടെയാണ് വരുന്നത്? നടുവിലാണ് വരുന്നത്. അതായത് രോധത്തിനും യത്നത്തിനും ഇടയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ത്രാസും എന്താണ്? അങ്ങനെ ധാരം നടുവിൽ വരുന്നുണ്ട്. അതെന്താണ്? ഒന്നാം വർഗ ഉത്തോലകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ്, എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കോഡാണ് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് പറയാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കേട്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് പഠിച്ചു വെക്കാം. സാധാരണ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അതൊരിക്കലും നിങ്ങൾ മറക്കത്തില്ല. അപ്പൊ ഇവിടെ കോഡ് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ്? സീസോ പ്ലേയിൽ, നമ്മുടെ കോഡ് ഇതാണ്. സീസോ പ്ലേയിൽ, സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല. എന്താണ്? കത്രികയ്ക്ക് ത്രാണിയില്ല. നമ്മുടെ കോഡ് ഇതാണ്. നമ്മുടെ ഒന്നാം വർഗ ഉത്തോലകത്തിലെ എക്സാമ്പിൾ പഠിക്കാനുള്ള കോഡ് ഇതാണ്. സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല. അപ്പൊ സീസോ പ്ലേ, അവിടെ ഒന്നാമനായ കപ്പിത്താൻ, അദ്ദേഹത്തിന്റെ നഖം വെട്ടാൻ എന്താണ്? കത്രികയ്ക്ക് ത്രാണിയില്ല. അപ്പൊ ഇവിടെ സീസോ എന്ന് പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. പ്ലേ എന്ന് പറയുമ്പോൾ പ്ലെയർ, നമ്മുടെ കട്ടിംഗ് പ്ലെയർ, അത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഒന്നാമനായ എന്ന് പറഞ്ഞാൽ ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് ഓർക്കുക. കപ്പിത്താന്റെ എന്ന് പറയുമ്പോൾ കപ്പി എന്ന് പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. നഖം വെട്ടി എന്ന് പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ കത്രിക ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ത്രാണി എന്ന് പറയുമ്പോൾ ത്രാസ് എന്ന് ഓർക്കുക, അതും എന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല എന്ന ഈ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾസ് പഠിക്കാം. നമ്മൾ എപ്പോഴും നമ്മൾ ആ കാര്യങ്ങൾ എക്സാമ്പിൾ മനസ്സിലാക്കി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ എക്സാമ്പിൾ പഠിക്കുമ്പോൾ അതിന് ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ധാരം നടുവിലാണെന്ന് മനസ്സിലാക്കി അത് ഒന്നാം വർഗ ഉത്തോലകത്തിൽ ഉൾപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും മറക്കത്തില്ല. കോഡൊക്കെ ചിലപ്പോൾ പരീക്ഷയുടെ സമയത്ത് മറക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മനസ്സിലാക്കി മറ്റൊന്ന് പഠിച്ച് ഈ കോഡും കൂടി ഒന്ന് ഓർത്ത് വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് മാർക്ക് നഷ്ടപ്പെടും. നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുകയുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്ക്, ഇനി വരാൻ പോകുന്ന ഏത് പരീക്ഷയ്ക്കും ചോദ്യമായി വന്നാൽ കിട്ടുന്നതായിരിക്കും. ആ ഒരു ഉറപ്പ് ഞാൻ തരികയാണ്. ഇനി നമ്മുടെ രണ്ടാം വർഗ ഉത്തോലകത്തിലേക്ക് വരികയാണ്. ഡ്രൈ എന്ന കോഡില് 6 എന്ന് പറയുമ്പോൾ രോധം ആണ്. ആ രോധമായിരിക്കും ഇവിടെ എന്ത് വരിക? നടുവിലായിട്ട് വരിക. അപ്പൊ യത്നം, രോധം, ധാരം, അതായത് രോധം ധാരത്തിനും യത്നത്തിനും ഇടയിലായിട്ട് വരും. അപ്പം രണ്ടാം വർഗ ഉത്തോലകം എന്ന ചോദ്യത്തിൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ എന്ന കോഡ് മനസ്സിലേക്ക് കൊണ്ടുവരിക. 6 എന്ന് പറയുന്ന അതാണ് രണ്ടാമത് വരുന്നത്. അതായത് രോധമാണ്
യത്നത്തിനും ധാരത്തിനും നടുവിൽ വരേണ്ടത് എന്ന് മനസ്സിലാക്കി കൊണ്ടുവരിക. തുടർന്ന് നമ്മുടെ എക്സാമ്പിൾസിലേക്ക് വരിക. എക്സാമ്പിൾസ് എന്തൊക്കെയാണോ? വീൽ ബാരോ അല്ലെങ്കിൽ കൈവണ്ടി. കണ്ടില്ല, നമ്മൾ ഈ കൃഷിയിടങ്ങളിലൊക്കെ ഈ ചാക്കുകളൊക്കെ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇഞ്ചിയൊക്കെ പറിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഉന്തിക്കൊണ്ട് പോകില്ലേ, അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. അവിടെ നോക്കുക, വീൽ ബാരോ അല്ലെങ്കിൽ കൈവണ്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇപ്പൊ ഇവിടെയാണ് അദ്ദേഹം എന്ത് കൊടുക്കുന്നത്? ഒരു യത്നം കൊടുക്കുന്നത്. ഇതാണ് അതിൻ്റെ ആ ഒരു ബിന്ദു എന്ന് പറയുന്നത്, അതായത് ധാരം എന്ന് പറയുന്നത്. ഇതിന് രണ്ടിന് ഇടയിലായിട്ട് ഇത് കണ്ടോ, ഇതാണ് എന്ത്? എഫേർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ ഇതെന്ന് പറയാം, രോധം എന്ന് പറയാം. അപ്പൊ അതാണ് രോധം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? രോധം എന്താണ്? നടുവിൽ വരണം. അപ്പൊ ഇവിടെയാണ് യത്നം, ഇവിടെയാണ് ധാരം, ഇതിന്റെ നടുവിലായിട്ട് ഇതാ രോധം വന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ്? വീൽ ബാരോ അല്ലെങ്കിൽ കൈവണ്ടി, നമ്മൾ കൈകൊണ്ട് ഉന്തിക്കൊണ്ട് പോകുന്ന ആ ഒരു വണ്ടി. ഇനി അടുത്തത് പാക്കുവെട്ടി. പാക്കുവെട്ടി എന്ന് പറയുന്നത് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ നോക്ക്, ഈ ഒരു ഭാഗത്താണ് എന്തെന്ന് പറയുന്നത്? ധാരം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത്? ആ ബലം കൊടുക്കുന്നത്. അതാണ് എന്ത്? യത്നം എന്ന് പറയുന്നത്. ഇതിന്റെ നടുവിലാണല്ലോ നമ്മൾ ഈ പറയുന്ന അടക്കയൊക്കെ വെച്ചിട്ട് മുറിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഒരു പോർഷനാണ് എന്തെന്ന് പറയുന്നത്? രോധം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? രോധം നടുവിൽ വന്നാൽ അത് രണ്ടാം വർഗ ഉത്തോലകമാണ്. ഇനി നാരങ്ങാനെക്കി ആണെങ്കിലും നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതല്ല, നാരങ്ങാനെക്കി. അപ്പൊ നാരങ്ങാനെക്കി ഇതാ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാലോ. ഈ ഒരു ഭാഗത്താണ് എന്ത് വരുന്നത്? യത്നം വരുന്നത്. ഇവിടെയാണ് എന്ത് വരുന്നത്? ധാരം വരുന്നത്. അതിന്റെ രണ്ടിന്റെ ഇടയിലായിട്ട് രോധവും വന്നിരിക്കും. അപ്പൊ നടുവിൽ രോധം വന്നാൽ അതെന്താണ്? രണ്ടാം വർഗ ഉത്തോലകമാണ്. ഇനി ബോട്ടിൽ ഓപ്പണർ, അതും എന്താണ്? രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പൊ ബോട്ടിൽ ഓപ്പണർ എന്താണ്? രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾ ആണ് വീൽ ബാരോ അല്ലെങ്കിൽ നമ്മുടെ കൈവണ്ടി, പാക്കുവെട്ടി, അതുപോലെ നാരങ്ങാഞ്ഞെക്കി, ബോട്ടിൽ ഓപ്പണർ. ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെയൊക്കെ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് രണ്ടാം വർഗ ഉത്തോലകമാണെങ്കിൽ അതിൻ്റെ എന്ത് നടുവിൽ വരണം? അതിൻ്റെ രോധം നടുവിൽ വരണം. അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ആ രോധം നടുവിലാണ്, അപ്പൊ നമുക്ക് അത് രണ്ടാം വർഗ ഉത്തോലകത്തിൽ ഉൾപ്പെടുത്താമെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഇതിനും വേണമെങ്കിൽ ചെറിയൊരു കോഡ് ഉണ്ട്, നമ്മൾ അതൊന്ന് പഠിക്കാം. അപ്പൊ ഇവിടെ രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ ആ ഒരു കോഡ് എന്ന് പറയുന്നത്, പാക്കരൻ കയ്യിൽ ഉണ്ടായിരുന്ന 2 നാരങ്ങ ബോട്ടിലിലേക്ക് ഇട്ടു എന്നതാണ് നമ്മുടെ കോഡ്. എന്താണ്? പാക്കരൻ കയ്യിൽ ഉണ്ടായിരുന്ന 2 നാരങ്ങ ബോട്ടിലിലേക്ക് ഇട്ടു എന്നാണ് കോഡ്. ബോട്ടിലേക്ക് ഇട്ടു എന്നാണ് കോഡ്. ഇപ്പൊ പാക്കരൻ എന്നതെന്ന് പറഞ്ഞാൽ പാക്കുവെട്ടിയാണ്. പാക്കരൻ കയ്യിൽ ഉണ്ടായിരുന്ന 2 നാരങ്ങ എന്നാണ്. അതിൽ ആ കയ്യിൽ എന്നതിൽ നിന്ന് നമ്മുടെ കൈവണ്ടി, നമ്മളിവിടെ പറഞ്ഞ ഈ കൈവണ്ടി അല്ലെങ്കിൽ വീൽ ബാരോ. ഇനി 2 എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾസ് ആണ്. നാരങ്ങാനെക്കി എന്ന് പറയുന്നത് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ബോട്ടിലിലേക്ക് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതെന്താണ്? നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ ബോട്ടിൽ ഓപ്പണർ ആണ്. ബോട്ടിൽ ഓപ്പണർ ആണ്. പാക്കരൻ കയ്യിൽ ഉണ്ടായിരുന്ന 2 നാരങ്ങ ബോട്ടിലേക്ക് ഇട്ടു എന്ന് ഓർത്ത് വെച്ചാൽ രണ്ടാം വർഗ ഉത്തോലകത്തിന് എക്സാമ്പിൾസും നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് മൂന്നാം വർഗ ഉത്തോലകമാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ എന്നതിലെ വൈ എന്ന് പറയുന്നതിലേക്ക് വരിക. വൈ എന്ന് പറഞ്ഞാൽ യത്നമാണ്. അപ്പോൾ അവിടെ യത്നമാണ് നടുക്കായിട്ട് വരേണ്ടത്. രോധത്തിനും ധാരത്തിനും ഇടയിലായിട്ട് യത്നമാണ് വരിക. ഉദാഹരണമായിട്ട് നമ്മൾ ഐസ്റ്റോങ്സ്, അതായത് നമ്മളിങ്ങനെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചല്ലോ, ഐസ്റ്റോങ്സ് ഈ ഒരു ഷേപ്പ് ആയിരിക്കും. അതിൽ ഇവിടെയാണ് എന്ത് വരുന്നത്? ധാരം വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മൾ ആ ബലം കൊടുക്കുന്നത്. ആ ബലമാണല്ലോ എന്തെന്ന് പറയുന്നത്? യത്നം എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഐസ് വരിക. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ രോധം എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, ഈ ധാരത്തിനും രോധത്തിനും ഇടയിലായിട്ട് യത്നം വന്നിരിക്കുന്നു. അപ്പൊ അതെന്താണ്? മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇനി ചവണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിലൊക്കെ കാണപ്പെടുന്ന സംഭവമാണ്. ഇതാണ് ചവണ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവത്തിലും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഐസ്ട്രോങ്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ രോധത്തിനും ധാരത്തിനും ഇടയിലാണ് എന്തും വരിക? യത്നവും വരിക. ഈ ചൂണ്ടയെടുക്കുകയാണെങ്കിലും ഈ പറയുന്ന രോധത്തിനും ധാരത്തിനും ഇടയിലാണ് എന്ത് വരിക? യത്നം വരിക എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ ഐസ്റ്റോങ്സ്, ചവണ, ചൂണ്ട എന്നിവയെല്ലാം എന്താണ്? ഈ പറയുന്ന മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് എക്സാമ്പിൾ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അവിടെ വേണമെങ്കിൽ ഒരു കോഡ് ഓർക്കാം.
3 ഐസ് ചവച്ചു എന്ന് പറയുന്ന ഒരു കോഡ് ഉപയോഗിച്ചാൽ മതി. അപ്പം മൂന്നാം വർഗ ഉത്തോലകം 3, ഐസ് എന്ന് പറയുമ്പോൾ ഐസ് എന്ന് പറയുന്ന എക്സാമ്പിൾ ആണ് ഐസ്റ്റോങ്സ് എന്ന് പറയുന്നത്. ചവച്ചു എന്ന് പറയുമ്പോൾ ഈ ചവ എന്നതിൽ നിന്ന് ചവണ കിട്ടണം, ചവച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ ചു എന്നതിൽ നിന്ന് ചൂണ്ടയും കിട്ടണം. അപ്പോൾ ചവണയും ചൂണ്ടയും നമുക്കിവിടെ കിട്ടി. അപ്പൊ ഇവിടെ നമ്മളിവിടെ പരിചയപ്പെട്ടത് 3 ഐസ് ചവച്ചു, മൂന്നാം വർഗ ഉത്തോലകം ഐസ്റ്റോങ്സ്, ചവച്ചു, ചവണ, ചൂണ്ട. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാം. ഇനി ഇവിടെ തന്നിരിക്കുന്നതാണ് ലഘു യന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം. അപ്പൊ ലഘു യന്ത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ യത്നത്തിന്റെ സ്ഥാനം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കത്രിക എടുക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ യത്നം എന്ന് പറയുന്നത്. അപ്പൊ കത്രികയിലെ യത്നത്തിന്റെ സ്ഥാനം എവിടെയാണ്? ഈ ഒരു ഭാഗത്താണ്. അതേസമയത്ത് നമ്മൾ ഐസ്റ്റോങ്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് എന്ത് യത്നത്തിന്റെ സ്ഥാനം വരിക, ഇവിടെ ധാരം വരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്താണല്ലോ നമ്മുടെ രോധം വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് യത്നത്തിന്റെ സ്ഥാനം എന്താണ് മാറ്റപ്പെടുകയാണ്. ഇപ്പൊ നമ്മുടെ കത്രികേന്റെ കേസിലുള്ള യത്നത്തിന്റെ സ്ഥാനമല്ല ഐസ്റ്റോങ്സിന്റെ കേസിൽ യത്നത്തിന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ അവിടെ ലഘു യന്ത്രങ്ങൾ ഈ യത്നത്തിന്റെ സ്ഥാനം മാറ്റിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം. ഒരുപക്ഷെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ശരിയാണ്. ലഘു യന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവൃത്തി എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ 2-3 എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഇപ്പൊ ഞാനിവിടെ കത്രികയും അതുപോലെ തന്നെ ഐസ്റ്റോങ്സും നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ ആ രണ്ടിലും നമ്മൾ നോക്കുമ്പോൾ യത്നം അതിന്റെ സ്ഥാനം മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എന്താണ് പ്രവൃത്തി കൂടുതൽ നമുക്ക് എളുപ്പമാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ ലഘു യന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഇനി നമുക്ക് സ്പൂണും ഒരു ഉത്തോലകമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇവിടെ സ്പൂണ് നമ്മുടെ ഈ അരവണ പായസമൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ പൊട്ടിക്കാറില്ല. അതിൻ്റെ അടപ്പ് ഈ സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടിന്നിൻ്റെ അടപ്പൊക്കെ നമ്മൾ പൊട്ടിക്കാറില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്പൂണും എന്താണ്? ഒരു ഉത്തോലകമാണ്. സ്പൂൺ കേവലം ഒരു അടുക്കള ഉപകരണമാണ്. എന്നാൽ ഒരു ടിന്നിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ സ്പൂണും എന്താണ്? ഒരു ഉത്തോലകമായിട്ട് മാറുന്നു. സ്പൂണും എന്താണ്? ഒരു ഉത്തോലകമായിട്ട് മാറുന്നു. ഇനി ചെരുവുതലം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ചെരുവുതലം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത്? ഭാരമേറിയ തടികൾ ലോറിയിൽ കയറ്റാൻ തൊഴിലാളികൾ ചെയ്യുന്ന എളുപ്പവഴി കണ്ടല്ലോ. ചരിച്ചു വെച്ച തടികളാണ് ഇവിടെ ജോലി എളുപ്പമാക്കുന്നത്. ചെരുവുതലം ജോലി എളുപ്പമാക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ചരിച്ചു വെച്ച തടിയിലൂടെ ഈ തടി ഇങ്ങനെ കയറ്റി ഇങ്ങനെ ഉരുട്ടി മുകളിലേക്ക് കയറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന തടി ചരിച്ചു വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി എളുപ്പമാക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ കുത്തനെ ഇവിടെ ഒരു ബാഗ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുത്തനെ വലിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ചരിച്ചു വെച്ചുകൊണ്ട് അതിനെ നിരക്കിക്കൊണ്ട് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. പുസ്തകങ്ങൾ നിറച്ച ഒരു ബാഗ് കയറുപയോഗിച്ച് കുത്തനെ പൊക്കുന്നു നോക്കൂ. ഇതേ ബാഗ് ചരിച്ചു വെച്ച പലകയിലൂടെ ഉയർത്തുന്ന എന്താണ്? കൂടുതൽ എളുപ്പമായി. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ചെരിവ് തലം എന്താണ്? ജോലി എളുപ്പമാക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. മരപ്പണിക്കാർ ഉപയോഗപ്പെടുത്തുന്ന ആപ്പ് ചെരുവുതലത്തിന് വകഭേദമാണ്. അതേപോലെ തന്നെ ആണി അനായാസം ചുമരിൽ അടിച്ചു കയറ്റാൻ സാധിക്കുന്നത് അതിൻ്റെ അഗ്രഭാഗത്ത് ചെരുവ് തലങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നും കൂടെ ഓർത്തിരിക്കുക. ആണിയുടെ അഗ്രഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇതല്ല, അപ്പോൾ അവിടെയും എന്താണ്? ചെരുവ് തലങ്ങളുണ്ട്. അപ്പോൾ ആ ചെരുവ് തലങ്ങൾ എന്താണ്? നമ്മുടെ എന്തെങ്കിലുമൊക്കെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ധാരം, യത്നം, രോധം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇവിടെ എന്ന് നോക്കാം, ഒരു പാറക്കോൽ ഉപയോഗിച്ച് ഒരാൾ വലിയ ഒരു പാറക്കല്ല് ഉയർത്തുന്നു. ഇവിടെ പാറക്കോൽ ഒരു ഉത്തോലകമാണ്. പാറക്കോൽ അതിനു താഴെ ചെറിയ കല്ലിനെ ആധാരമാക്കി ചലിക്കുമ്പോൾ വലിയ കല്ല് ഉയരുന്നു എന്ന കാര്യം ഓർക്കാം. അപ്പോൾ ഇവിടെ ഒരു കല്ല് നമ്മൾ ഉയർത്തുന്നു ഒരു പാറക്കോൽ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അതും എന്തിനൊരു ഉദാഹരണമാണ്? ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ വരാം. പാറക്കോൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു കല്ല് ഉയർത്തുന്നു ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരു പാറക്കോൽ ഉപയോഗിച്ചുകൊണ്ട് കല്ല് ഉയർത്തുക അത് ഉത്തോലകത്തിന് ഉദാഹരണമൊന്നും ആവില്ല എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ അതെന്താണ്? ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ SCRT പറയുന്ന ചെറിയ ചെറിയ പോയിന്റുകൾ പോലും ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു വീൽ ബാരോ എന്ന് പറയുന്നത്. അപ്പോൾ വീൽ ബാരോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉത്തോലകമാണ്. വീൽ ബാരോ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉത്തോലകമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വീൽ ബാരോ എന്ന് പറയുന്നത് എത്രാം വർഗ ഉത്തോലകമാണെന്ന് ചോദിച്ചാലോ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് രണ്ടാം വർഗ ഉത്തോലകമാണ്. എത്രയാണ്? രണ്ടാം വർഗ ഉത്തോലകമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഈ ഒരു ചാപ്റ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്ന് തന്നെ ഈ ഒരു ടോപ്പിക് ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരികയുള്ളൂ. എപ്പോഴും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം വർഗ ഉത്തോലകം,
രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾസ് നൽകിയിട്ട് ഇതിൽ ഏതെല്ലാമാണ് ഒന്നാം വർഗ ഉത്തോലകത്തിൽ ഉൾപ്പെടുന്നത്, രണ്ടാം വർഗ ഉത്തോലകത്തിൽ ഉൾപ്പെടുന്നത്, മൂന്നാം വർഗ ഉത്തോലകത്തിൽ ഉൾപ്പെടുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. നാം പഠിച്ച എക്സാമ്പിൾസിനുള്ളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരികയുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക. പഠിക്കുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ആ ഒരു കോഡും വേണമെങ്കിൽ ഓർത്ത് വെക്കാം. അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു എക്സാമ്പിൾസ് ഓർത്ത് വെക്കാനായിട്ട് സഹായപ്രദമായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടും നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ട് അവിടെ PSC ചോദിച്ചിരിക്കുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മുടെ സിലബസ് നമുക്ക് പൂർത്തീകരിക്കാം. അപ്പോൾ നമ്മുടെ സിലബസ് കുറേ കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ പറഞ്ഞു പോകുന്നുണ്ടാകും. പക്ഷേ അതിനുള്ളിൽ നിന്ന് PSC എപ്പോഴും ചോദിക്കുന്ന കുറേ കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. ആ കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും LDC, LGS പോലുള്ള പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സിലബസ് വരുന്ന മാസം തന്നെ തുടക്കത്തിൽ തന്നെ എത്തുമെന്ന് PSC നേരത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം, കാരണം ഒറ്റ പരീക്ഷയുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ നൽകിയിരിക്കുന്ന സിലബസ് തന്നെ ആയിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പരീക്ഷയ്ക്കും ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ചാൽ നല്ലൊരു ജോലി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.